കണ്ണൻ ആടാത്ത ലീലകളുണ്ടോ? കണ്ണൻ ആടാത്ത സ്ഥലങ്ങളുണ്ടോ? എല്ലാ പ്രപഞ്ചത്തിൻ്റെയും നാഥനായ ഗുരുവായൂരപ്പൻ ഇതാ തിരുവനന്തപുരത്തുകാരുടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വാഴുന്നു. എല്ലാവർക്കും ഈ ക്ഷേത്രമഹത്വം അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളൂ കേട്ടോ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രീ ഗണപതിയെയും അതേപോലെ മഹാദേവൻ്റെയും ദർശനം നമുക്ക് എടുക്കാം. മഹാദേവൻ്റെ അനുഗ്രഹവും അനുവാദവും കൂടാതെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ട എന്ന് തോന്നുന്ന തരത്തിലാണ് എവിടെയും കാണാത്ത ഒരു പ്രത്യേകത തോന്നി. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര പട്ടണത്തിൻ്റെ നെയ്യാറിൻ്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഗീതോപദേശം കൊടുക്കുന്ന കവാടം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചാൽ നല്ല വിശാലമായ ക്ഷേത്രാങ്കണമാണ് കാണാൻ കഴിയുക. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് നാഗത്തറ കാണാം. അവിടെ നാവറ് പാടുന്നതൊക്കെ കാണാം. ഇതൊക്കെ ക്ഷേത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നതും അപൂർവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് അടുത്ത ആകർഷണം തോന്നിയത് എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഒത്തുകൂടുന്ന കുറച്ച് പേര് വേദപഠനത്തിനായിട്ട് സമയം ചെലവഴിക്കുന്നത് കാണാം. ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രാങ്കണത്തിലൊക്കെ ഇത് ആവശ്യമാണ്. അപ്പം അതൊക്കെ എല്ലാവർക്കും പ്രചോദനം തന്നെയാണ് ഈ ക്ഷേത്രം. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ കുറിച്ചിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാൻ എല്ലാ ക്ഷേത്രവും ഇങ്ങനെ മുന്നോട്ട് വരിക തന്നെ വേണം. ഇനിയുള്ള തലമുറകളെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ. കാക്ക കൊടുക്കണത് പുറത്ത് കൊണ്ടുവച്ചിട്ട് കൈ കൊട്ടിയിട്ട് കാക്കയെ വിളിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും കാക്ക നമ്മളെ പിതൃവാണെന്ന് നമ്മൾ പറയും. അപ്പം അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്നറിയാതെ ചുമ്മാ വിമർശിക്കുകയാണ്. എല്ലാത്തിനും ശാസ്ത്രീയതയുണ്ട്. ഒരു ആചരണവും അനാചാരങ്ങളല്ല. അനാചാരങ്ങളൊക്കെ വന്നുകൂടിയതാണ്. ശാസ്ത്രം പറയുന്ന ആചാരങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിച്ചേ മതിയാവുള്ളൂ. അതിലൊന്നാണ് പിതൃകർമ്മം. അപ്പൊ ഗതി കിട്ടണമെങ്കിൽ പിതൃകർമ്മം അനുഷ്ഠിക്കണം. ശരിയായ ഗതി കിട്ടണമെങ്കിൽ, ഗതി എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ ഉള്ളിലൊരു സംഭവം ജീവൻ എന്ന് പറഞ്ഞുണ്ടായിരുന്നു. ആ ജീവൻ പുറത്തേക്ക് പോയതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. മരിക്കുമെന്നുള്ളതാണ് ഉറപ്പ്. അപ്പൊ മരിക്കുമ്പോ ഈ ജീവൻ പോകുന്ന ജീവന് വേണ്ടിയിട്ട് കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ പഴമായിട്ട് കൊടുക്കുന്നു. തൃക്കൈ വെണ്ണ, പാൽപ്പായസം, പിന്നെ ത്രിമധുരമുണ്ട്, നെയ്വിളക്കുണ്ട്, പിന്നെ സൂക്താർച്ചനകളുണ്ട്, അഷ്ടോത്തരാർച്ചനകളുണ്ട്. പ്രധാനമെന്ന് പറയുന്നത് തൃക്കൈ വെണ്ണയാണ്. മഹാരാജാവ് അഭയം പ്രാപിച്ചത് ഈ അമ്മച്ചിപ്പിലാവ് എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു പ്ലാവ്. അന്ന് അദ്ദേഹത്തിന് അഭയം പ്രാപിക്കാൻ വേണ്ടി 8 വീട്ടിൽ പിള്ളമാർ അദ്ദേഹത്തിൻ്റെ രക്ഷാർത്ഥം ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ രക്ഷാർത്ഥം ഒരു ബാലൻ പ്രത്യക്ഷപ്പെടുകയും അത് ആ ബാലൻ ഈ പ്ലാവിൻ്റെ കോഡ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അവിടെ കയറി രക്ഷപ്രാപിക്കുകയും എന്നിട്ട് ഈ ആക്രമിക്കാൻ വന്നവർ അങ്ങ് നേരെ നടന്നു പോവുകയും ചെയ്തു. അത് അദ്ദേഹം തിരികെ വന്നപ്പോഴത്തേക്കുമാണ് അത് ഭഗവാൻ ഉണ്ണിക്കണ്ണനാണെന്നും അങ്ങനെ മഹാരാജാവ് ഇവിടെ തിരികെ വരികയും തിരികെ വന്ന് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മാർത്താണ്ഡവർമ്മ അദ്ദേഹം അഭയം പ്രാപിച്ചു രക്ഷാർത്ഥം അവിടെ കയറി ഒളിച്ചിരുന്നതായിട്ട്. പിന്നെ രാജകൽപ്പന അനുസരിച്ച് ഇവിടെ കൊട്ടാരം പണിയുകയും തൊട്ടടുത്തായ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരം പണിയുകയും അദ്ദേഹം ഇവിടെ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിക്കുകയും ഇതാണ് ഇതിൻ്റെ നമുക്കറിയാവുന്ന ഐതിഹ്യം. കുറച്ചുകൂടെ വ്യക്തത വരണമെങ്കിൽ പുരാതനമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെ സമീപിച്ചാൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തിത്തരും. പ്ലാവുണ്ട്. ആ പ്ലാവാണ് ഇതാ കാണുന്നത്. ഇതോ അമ്പലത്തിൻ്റെ നേരെ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്ലാവാണ്. പ്ലാവ് ശിഖരങ്ങളില്ല. അത് പുരാവസ്തുവിൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഒരു റൗണ്ട് വളയം സ്ഥാപിച്ച് സുരക്ഷിത ഇതായിട്ട് വെച്ചിരിക്കുക. അതിനുള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഇത്.
അങ്ങനെ കൗതുകകരമായ ഭഗവാന്റെ ഈ ക്ഷേത്ര ഐതിഹ്യം കേട്ടുവല്ലോ അല്ലേ. ഭഗവാൻ പ്ലാവിനിലേക്ക് അഭയം പ്രാപിക്കാനാണ് പറഞ്ഞത്, വെറും ഒരു ബാലനായി വന്നിട്ട്. പഞ്ചലോഹ വിഗ്രഹത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊണ്ടിട്ടാണ്, അതും 2 കൈകളിലും എണ്ണ പിടിച്ച് നിൽക്കുന്ന മനോഹരമായ വിഗ്രഹമാണ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയുക. ഭഗവാൻ സംരക്ഷണം കൊടുത്ത പ്ലാവാണ് ഇവിടെ അമ്മച്ചി പ്ലാവായിട്ട് കാണുന്നത് നമ്മൾ. ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും ഗോപബാലനായിട്ട് വന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നും പിന്നീട് സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ ലീലാസ്ഥലങ്ങൾ കാണുകയും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ബാക്കി നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് അനുഭവപ്പെടുന്നത്. ഇത് ഒരു സാധാരണ പ്ലാവല്ല എന്ന് കാണുമ്പോഴേ മനസ്സിലാകുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവരെ ഏതെല്ലാം തരത്തിലൊക്കെയാണ് ഭഗവാൻ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. യുഗധർമ്മമായ ഹരിനാമ ജപത്തിലൂടെ നമുക്കും ഭഗവാനെ ആശ്രയിക്കാം. അങ്ങനെ ഇവിടുത്തെ പ്രധാന വഴിപാടായ വെണ്ണയും പഴവും ഒക്കെ സ്വീകരിച്ച് ഞങ്ങളും യാത്ര തിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക, ദർശനമെടുക്കുക.